വിക്കിപീഡിയയിലും ലിങ്ക്ഡിനിലും ലഭ്യമാകുന്ന വിവരങ്ങൾ പൊതുവെ വിശ്വാസയോഗ്യമാണ്. എന്നാൽ ആ ലിങ്ക്ഡിനെയും ഇൻസ്റ്റഗ്രാമിനെയും വരെയും കബളിപ്പിച്ച വിരുദ്ധനാണ് ആഷ്ലിൻ ബെൽമൻ. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 31 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മുൻനിര സിനിമാ താരങ്ങൾക്ക് പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകില്ല. പോലീസ് തിരയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളുമായി ആഷ്ലിൻ നിറഞ്ഞാടുകയാണ്. ഇതിലും കൗതുകകരമായ ഒരു കാര്യം കൂടി അറിയണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാര വേദിയിലും ആഷ്ലിനെ കണ്ടു. മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം ലഭിച്ചത് ഇയാൾക്കാണ്. ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്ന പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജ് പിന്തുടരുന്നത് 31 ലക്ഷം ആളുകളാണ്. അതായത് 3.1 മില്യൺ ഫോളോവേഴ്സ്. കേരളത്തിലെ മുൻനിര സിനിമാ താരങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകില്ല. ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചതും കൃത്രിമം കാട്ടിയാണെന്ന് സൂചനയുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ നൽകിയാൽ പോലും ഇത്രയും ഫോളോവേഴ്സിനെ ലഭിക്കില്ലെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. മരടിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ച കേസിൽ പോലീസ് തിരയുമ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളുമായി ആഷ്ലിൻ ബെൽമൻ സജീവമാണ്. ഗുണ്ടാ മീറ്റപ്പിനിടെ 13 ഗുണ്ടകൾ പിടിയിലായെങ്കിലും ഇയാൾ പോലീസിനെ കണ്ട് രക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ കേരളം വിട്ട ഇയാൾ തമിഴ്നാട്ടിലുണ്ടെന്നാണ് സൂചന. അതിനിടെ കഴിഞ്ഞ ദിവസം ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാര വേദിയിലും ആഷ്ലിൻ ഉണ്ടായിരുന്നു എന്നും വിവരം ലഭിച്ചു. മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം ലഭിച്ചത് ആഷ്ലിനാണ്. CPM നേതാവ് MV ജയരാജനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചിത്രം ഉൾപ്പെടെ ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ ആസാദി പുരസ്കാരം ലഭിച്ചിരുന്നു. ഇയാളുടെ തട്ടിപ്പിൽ കുടുങ്ങിയവരിൽ നിരവധി സിനിമാ താരങ്ങളും ഉണ്ട് എന്നാണ് വിവരം. സിനിമാ നിർമ്മാണ കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ലക്ഷങ്ങൾ ലാഭം നൽകാമെന്ന് പറഞ്ഞ് ഇയാൾ പണം തട്ടിയിരിക്കാമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി.